ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. സോ ഡി വി ഇസ് ഈക്വൽ ടു ഡി വി ആൻഡ് ഡി ആർ, ആ റിലേഷനാണ് നമ്മൾ പറഞ്ഞത്. സോ ഇലക്ട്രിക് ഫീൽഡും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻസ് പറഞ്ഞു. നമ്മൾ എന്താ പറഞ്ഞത്? ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ ഓർ വി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ, നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ, നെഗറ്റീവ് ഡെറിവേറ്റീവ്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ചോളുക. നമ്മുടെ കയ്യിൽ ഒരു ചാർജ് പ്ലസ് ക്യൂ ഉണ്ട്. ആ ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ മൂവ് ചെയ്യുന്നു. എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ മൂവ് ചെയ്യുന്നു. അതിന് ഉള്ള വർക്കിനെ ഞാൻ വർക്ക് ഡൺ എ ബി എന്ന് എഴുതി. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം എ ടു ബി. വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫീൽഡ് ടു മൂവ് എ ചാർജ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്ക് എനിക്കൊരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കണം. അതിന് എക്സ്റ്റേണൽ ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ വർക്ക് ഡൺ എ ബി, വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം എ ടു ബി, ആൻഡ് ദിസ് വർക്ക് ഡൺ ഈസ് ബൈ external force. Work done by external force against the electric field without acceleration from A to B is written as Q into final potential minus initial potential, VB minus VA. So VB is lower potential and VA is higher potential. So VB minus VA is not positive, VB minus VA is negative, which means work done by the external force is negative because it has to work against the electric field. So work done by external force. Ini work done by electric field എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ, work done by electric field is work done AB is equal to Q into VA minus VB, or ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആണ് വർക്ക് ഡൺ ബൈ ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ സോ വർക്ക് ഈസ് പോസിറ്റീവ്. സോ വി എ ഈസ് പോസിറ്റീവ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോളുക. അടുത്ത കാര്യം നമുക്ക് നോക്കാം. ഇഫ് ഡെൽറ്റ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 1 volt and the charge is equal to 1 coulomb, then work is equal to Q into delta V. What is Q? 1 coulomb. What is delta V? 1 volt. 1 coulomb into 1 volt is what? 1 joule. So 1 joule of work is done when a charge of 1 coulomb is moved between 2 points having potential difference 1 volt. 2 പോയിന്റ് അവരുടെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെങ്കിൽ, നമ്മൾ മൂവ് ചെയ്യേണ്ട ചാർജ് 1 കൂളംബ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ വർക്ക് ഡണ്ണിൻ്റെ എമൗണ്ട് 1 ജൂളായിരിക്കും. ക്ലിയർ ആണല്ലോ? നമ്മൾ 10th പണ്ട് പഠിച്ചതാണ്. നമ്മളതിന് 12th വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ചെയ്ത് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ due to a point charge. Potential due to a point charge. Electric field due to a point charge നമ്മൾ പറഞ്ഞു 1/4πε0 Q by R square എന്ന് നമ്മൾ പറഞ്ഞതാണ്. നമ്മളിനി പറയാൻ പോകുന്നത് അതേ പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ആദ്യം പ്ലസ് ക്യൂ എന്ന ചാർജ് നമ്മുടെ കയ്യിലുണ്ട്. ഈ പ്ലസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷനും ഞാനിങ്ങനെ വരച്ചു. +2 കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡിറക്ഷൻ ഈ വരച്ചു. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഇത് കാരണമുള്ള പോയിന്റ് ചാർജാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പർട്ടിക്കുലർ പോയിന്റ് ആണ്. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പർട്ടിക്കുലർ പോയിന്റ്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന വർക്കിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ. ഇതാണ് നമ്മുടെ ചാർജ്. ഈ ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡാണ് ഇത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യും? നമ്മൾ
നമ്മൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ദിസ് ക്യൂ എന്ന് പറയുന്ന ഒരു സോഴ്സ് ചാർജ് ആണെന്ന് വിചാരിക്കുക. ദിസ് ക്യൂ ഈസ് സോഴ്സ് ചാർജ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ക്യൂവിനെ നമ്മൾ ക്യാപിറ്റൽ ക്യൂ എന്ന് കൊടുത്തു. സോ ക്യാപിറ്റൽ ക്യൂ ഇറ്റ് ഈസ് എ സോഴ്സ് ചാർജ്. ഇതിന് ഇലക്ട്രിക് ഫീൽഡാണ് ഈ കാണുന്നത്. ഓക്കെ, ദിസ് ഈസ് stretching to infinity. So I have a positive point charge. I have a positive point charge and I am going to move this positive charge against the electric field from infinity to a point P which is at a distance r from the source charge. ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റ് പിയിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവരികയാണ്. എഗെയിൻസ്റ്റ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് കണ്ടോ, ആ ഡയറക്ഷനിലാണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേണം എനിക്ക് കൊണ്ടുവരാൻ. സോ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇനി നമ്മൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളുക. സോ ഈ റിലേഷൻ ശ്രദ്ധിച്ചോളുക. നമ്മൾ നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചെറിയ വർക്കാണ്. ആ ചെറിയ വർക്കിന് എന്ത് വിളിച്ചു? DW എന്ന് വിളിച്ചു. DW ഈസ് വാട്ട്? F external dot a small displacement dr. So F external dot dr. F external means external force ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുന്നു. So external force ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. That is against the electric field. That is against the electric field. And let us assume that I have displaced a point charge through a very small distance dr which is also a vector. ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ഞാൻ ഇങ്ങോട്ട് നീക്കി, dr. സോ drന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഡയറക്ഷനും ഇങ്ങോട്ട്, വിച്ച് മീൻസ് എക്സ്റ്റേണൽ ഫോഴ്സും drഉം തമ്മിലുള്ള ആംഗിൾ 0. സോ F external dot dr is FDR. What? FDR. So this becomes what? FDR. And what is F? The magnitude of F is what? QE. The magnitude of F is QE. Magnitude of F is what? QE. So this becomes QE into dr. Becomes QE into dr. അപ്പോൾ നമുക്ക് നോക്കാം. This becomes QE into dr. അപ്പോൾ നമുക്ക് W നോക്കാം. W is equal to integral QE dr. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്, മാറുന്നില്ല. സോ Q integral E dr. Q integral E dr. പക്ഷേ നെഗറ്റീവ് കൊടുക്കണം. എന്താണ് നെഗറ്റീവ് കൊടുക്കാനുള്ള കാരണം? കാരണം ഞാൻ ഇങ്ങോട്ട് അടുപ്പിച്ച് വരുന്നതിനനുസരിച്ച് ക്യൂവും ഇതും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരികയാണ്. ഓക്കെ, സോ ഡിസ്റ്റൻസ് കുറയുന്നു എന്ന് പറയുമ്പോൾ dr എന്ന് പറഞ്ഞാൽ ചെറിയ ചേഞ്ച് എന്നാണ്. ഡെൽറ്റ ആർ ചേഞ്ച് ആണ്. അപ്പോൾ dr ചെറിയ ചേഞ്ച്. അപ്പോൾ ഒരു സംഭവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ചേഞ്ച് നെഗറ്റീവാണ് അല്ലേ? ഒരു സംഭവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ചേഞ്ച് എന്താണ്? നെഗറ്റീവാണ്. ഇപ്പോൾ 10 ആയിരുന്നു, പിന്നെ 5 ആയി. അപ്പോൾ ചേഞ്ച് എന്താണ്? കുറയുകയാണ്. സോ ചേഞ്ച് ഈസ് നെഗറ്റീവ്. സോ dr എന്ന് പറയുന്ന സാധനത്തിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് സിമ്പിൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നതാണ് നെഗറ്റീവ്. നമ്മൾ ഓൾറെഡി നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ dr കുറഞ്ഞു വരുന്നു, r കുറഞ്ഞു വരുന്നു. സോ dr ഈസ് നെഗറ്റീവ്. സോ W is equal to minus q integral. What is E? Q. What is Q? Q is the source charge. ഈ സോഴ്സ് ചാർജ് കാരണം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ KQ by a distance. So KQ by R square into dr. KQ by R square into dr. So minus KQ integral 1 by R square dr. 1 by R square dr. Now we had to apply the variable. എവിടെയായിരുന്നു ചാർജ്? ആദ്യം ഇൻഫിനിറ്റി, പിന്നെ എങ്ങോട്ട് വന്നു? R ഡിസ്റ്റൻസ് വന്നു. So this becomes minus K
QQ into 1 by r സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് 1 by r ലിമിറ്റ് ഇൻഫിനിറ്റി ടു r. ഇൻഫിനിറ്റി ടു r. നമുക്ക് നോക്കാം. മൈനസ് 1 by r ലിമിറ്റ് ഇൻഫിനിറ്റി ടു r. This becomes minus KQQ into KQQ into മൈനസ് 1 by r മാറ്റി 1 by r എന്നാക്കുമ്പോൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. സോ ഇവിടെ r, ഇവിടെ ഇൻഫിനിറ്റി. സോ r ആൻഡ് ഇൻഫിനിറ്റി. സോ നോക്കാം. മൈനസ് KQQ into 1 by r. Upper limit minus lower limit. This becomes 1 by infinity minus 1 by r. What is 1 by infinity? 0. 1 by infinity is 0. 0 minus 1 by r. ആ മൈനസും ഈ മൈനസും കൂടെ വരുമ്പോൾ this becomes positive. So the answer, work done, answer is KQQ by r. KQQ by r. Okay? അപ്പോൾ നമുക്ക് വർക്ക് ഡൺ കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടേ? പൊട്ടൻഷ്യൽ. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ? വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് W by Q. So Q cancel out. So final equation is KQ by R. What is K? 1 by 4 pi epsilon 0 Q by R. And this is the potential due to the positive source charge. 1 by 4 pi epsilon 0 Q by R. 1 by 4 pi epsilon 0 Q by R. So potential formula marakanda 1 by 4 pi epsilon 0 Q by R. So this is source charge and here is a point P. This is a distance R. So capital Q എന്ന ചാർജ് കാരണം R distance മാറിയ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ 1 by 4 pi epsilon 0 Q by R. And what is the formula of electric field? 1 by 4 pi epsilon 0 Q by R square. 1 by 4 pi epsilon 0 Q by R square. Clear ആണല്ലോ. So potential due to positive charge. Potential due to positive charge is always positive and potential due to negative charge is negative. So potential due to positive charge is positive and potential due to negative charge is negative. അപ്പോൾ മനസ്സിലായല്ലോ. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു ചാർജ് മൈനസ് ക്യൂ ഉണ്ട്. അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? V is equal to minus 1 by 4 pi epsilon 0 Q by R ആയിരിക്കും. പോസിറ്റീവ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ പോസിറ്റീവും നെഗറ്റീവ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ നെഗറ്റീവും ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. നമുക്ക് പൊട്ടൻഷ്യൽ നോക്കാം. V, this distance is plus x and this distance is minus x. Okay, നമുക്കറിയാം V proportional to 1 by x ആണ്. R ന് പകരം x കൊടുത്തു. സോ ദ ഗ്രാഫ് എങ്ങനെ? ഗ്രാഫ് ഇങ്ങനെ. ഓക്കെ, സോ ഒരു പ്ലസ് ക്യൂ ചാർജാണ് ഞാനിവിടെ വയ്ക്കുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. സോ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ പൊട്ടൻഷ്യൽ ടെൻസ് ടു 0. ഇവിടെ എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. കാര്യം വി പ്രപ്പോർഷണൽ ടു 1 by x. എക്സ് കുറഞ്ഞാൽ പൊട്ടൻഷ്യൽ കൂടും, എക്സ് കൂടിയാൽ പൊട്ടൻഷ്യൽ കുറയും. സോ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ക്ലിയർ ആണല്ലോ. ഇതാണ് പൊട്ടൻഷ്യലിൻ്റെ ഗ്രാഫ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗ്രാഫ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ രണ്ട് ഗ്രാഫുകൾ കൂടെ നമുക്ക് കമ്പയർ ചെയ്യാം. ശ്രദ്ധിച്ചോളുക. ഇലക്ട്രിക് ഫീൽഡ് പ്രപ്പോർഷണൽ ടു 1 by r സ്ക്വയർ ആണ്. പൊട്ടൻഷ്യൽ പ്രപ്പോർഷണൽ ടു 1 by r ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് പ്രപ്പോർഷണൽ ടു 1 by r സ്ക്വയർ പ്രപ്പോർഷണൽ ടു 1 by r. For example, E is equal to K by 4 where R is equal to 2. R 2 ആകുമ്പോൾ Eൻ്റെ വാല്യൂ E is equal to K. പ്രപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റന്റ് K by R സ്ക്വയർ. R എത്ര? 2.
സോ E is equal to എന്താണ് K by R. അതേപോലെ V is equal to what? K by 2A ഉള്ളൂ അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. When R is equal to 3, E is equal to what? K by 9. V is equal to what? K by 3. അപ്പോൾ നോക്കാം, K by 4 ആയിരുന്നു R എത്രയിലിരുന്നപ്പം 2-ലിരുന്നപ്പം. R 3 ആയപ്പോൾ എത്രയായി? K by 9 ആയി. അതിനർത്ഥം എന്താ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കുറഞ്ഞു അല്ലേ? ഇവിടെ കണ്ടോ, R 2-ലിരുന്നപ്പോൾ പൊട്ടൻഷ്യൽ എത്രയാ? K by 2. R 3-ഇരുന്നപ്പോൾ എത്രയാ? K by 3. അതും എന്ത് ചെയ്തു? കുറഞ്ഞു. പക്ഷേ കൂടുതലായിട്ട് കുറഞ്ഞത് ആരാ? കൂടുതൽ ചേഞ്ച് ആർക്കാണ്? ഇലക്ട്രിക് ഫീൽഡിനാണ്. സോ രണ്ട് ഗ്രാഫ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റീപ്പർ ചേഞ്ച്, അതായത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കറസ്പോണ്ടിങ്ലി ആരാണോ പെട്ടെന്ന് സ്റ്റീപ്പായിട്ട് താഴോട്ട് ഇറങ്ങുന്നത് അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗ്രാഫായിരിക്കും. കാരണം 2-ൽ നിന്ന് 3-ലേക്ക് ചാടിയപ്പോൾ K by 4 നിന്ന് K by 9-ലേക്ക് ചേഞ്ച് ചെയ്തു അല്ലേ? സോ K by 9 മൈനസ് K by 4 എന്ന ക്വാണ്ടിറ്റി 2-ൽ നിന്ന് 3-ലേക്ക് ചാടിയപ്പോൾ 2-ൽ നിന്ന് 3-ലേക്കേ വന്നുള്ളൂ. K by 3 മൈനസ് K by 2. എവിടെയാണ് ചേഞ്ച് കൂടുതൽ? ഡെൽറ്റ E ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ V for same increase in distance. For same increase in distance, the change in electric field is greater than the change in potential. അപ്പോൾ രണ്ട് ഗ്രാഫുകൾ തമ്മിൽ തന്നാൽ കൂടുതൽ ചേഞ്ച് ഉണ്ടാവുന്നത് ആർക്കാണോ അതാണ് ഇലക്ട്രിക് ഫീൽഡ്. സോ ഡെൽറ്റ ഇ ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ വി ഫോർ ദ സെയിം ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്. സോ സ്റ്റീപ്പർ ആരാണോ അതാരായിരിക്കും? ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇവിടെ നോക്കാം. ഇത് NC ആയിട്ടുള്ളൊരു ഗ്രാഫാണ്, ഞാനത് വരച്ചിരിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഓർ പൊട്ടൻഷ്യൽ വേഴ്സസ് ഡിസ്റ്റൻസ് ഗ്രാഫ്. രണ്ട് ഗ്രാഫും ഞാൻ വരച്ചു. സോ ദിസ് ലൈൻ, ദിസ് ബ്ലൂ ലൈൻ is electric field versus distance, and this red line is potential versus distance. Electric field versus distance, potential versus distance. ഇതൊരു കോമൺ പോയിന്റ് എടുത്തിരിക്കുകയാണ്. ഈ പോയിന്റ് നമുക്ക് സ്ലോപ്പ് വരച്ച് നോക്കാം. ദാ ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് വരയ്ക്കുക, ഇവിടെ ഇങ്ങനെ ഒരു സ്ലോപ്പ് വരയ്ക്കുക. കൂടുതൽ സ്റ്റീപ്പർ രണ്ട് വരയും രണ്ട് മലയായിട്ട് കൺസിഡർ ചെയ്താൽ കയറാൻ പാട് ഈ ലൈനിലാണ്. കാര്യം ഇത് കുറച്ചുകൂടെ സ്റ്റീപ്പറാണ്, ഇത് അത്ര സ്റ്റീപ്പർ അല്ല. സോ സ്റ്റീപ്പർ ആരാണ്? ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് മീൻസ് ചേഞ്ച് ഈസ് മോർ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. NC ആയിട്ടുള്ള ഗ്രാഫാണ്. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നാണ് പറഞ്ഞത്? കൂടുതൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നൊരു പോയിന്റ് എടുക്കുക, ആ പോയിന്റിൽ കൂടെ രണ്ട് ലൈൻ വരയ്ക്കുക, രണ്ട് ഗ്രാഫിൽ കൂടെ. ഏത് ലൈനാണോ സ്റ്റീപ്നെസ് കൂടുതൽ ആ ലൈൻ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഇന്ററാക്ഷൻ എനർജി. Interaction energy between 2 point charges. Interaction energy between 2 point charges. രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ എനർജി, അതിൻ്റെ പേരാണ് പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ 2 ചാർജസ്. Interaction energy between 2 point charges is known as potential energy. അതാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളുക. നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മുടെ കയ്യിലൊരു ചാർജ് Q1 ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത പോയിന്റ് P. ആ ഡിസ്റ്റൻസിനെ R എന്ന് വിളിക്കുക. ഇവിടെ വേറൊരു ചാർജ് ഉണ്ട്, ആ ചാർജ് Q2. അതും Q1 തമ്മിലുള്ള ഇനിഷ്യൽ ഡിസ്റ്റൻസിനെ X എന്ന് വിളിക്കുക. ദിസ് ഈസ് സ്ട്രെച്ചിങ് ടു ഇൻഫിനിറ്റി. ഓക്കെ, Q1 ആൻഡ് Q2. Q2 ഇരിക്കുന്നത് Q1-ൻ്റെ ഇലക്ട്രിക് ഫീൽഡിലാണ്. Q2 ഇരിക്കുന്നത് Q1-ൻ്റെ ഇലക്ട്രിക് ഫീൽഡിലാണ്. സോ ദിസ് ഈസ് എ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് field, and Q2 is moved through a small distance. Q2 is moved through a small distance dx by a external force. By a external force. Okay,
Now consider the work. What is dW? dW is F external dot dx, which is actually F external into dx, because angle between F external and dx is 0. Now take the integral. What is F external? QE. So on integrating, put negative sign because dx koranu variyana. So minus q integral what? F external dx. What is F external dx? Q into E അല്ലേ? Q into E. അപ്പോൾ ഏത് Q ആണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. F external into dx. What is F external? Q into E. ഏത് Q ആണ് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നത്? Q2. So this is Q2. And Q into E. What is E? External field due to Q1. External field due to Q1. So this becomes K Q1. K Q1 by എത്ര ഡിസ്റ്റൻസിലായിരിക്കുന്നത്? ഓൾറെഡി എക്സ് ഡിസ്റ്റൻസിലായിരിക്കുന്നു. സോ കെ Q1 by x square into dx. So F external Q into E. What is Q? The moved charge. Q2. Q2. What is E? Electric field due to Q1. അപ്പോൾ നമ്മൾ അത്ര എഴുതി. ഒന്ന് നോക്കാം. W is equal to minus K Q1 Q2. Integral 1 by x square is minus 1 by x. Limit. എവിടുന്ന് എവിടെയാണ് കൊണ്ടുവരേണ്ടത്? എവിടുന്ന് എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്? ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റ് പിയിലേക്ക്. ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റ് പിയിലേക്ക്. ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റ് പി. ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി. പോയിന്റ് പി നോക്കുകയാണെങ്കിൽ എന്താണ് പോയിന്റ് പി? പോയിന്റ് പി ഏത് ഡിസ്റ്റൻസിലാണ്? അറ്റ് എ ഡിസ്റ്റൻസ് r. So infinity to r. Infinity to r. So this becomes infinity to r. Now change the limit. Change the limit. W is equal to minus K Q1 Q2. Limit change ചെയ്തു. 1 by x. Limit r to infinity. പഴയതുപോലെ തന്നെ. So this becomes minus K Q1 Q2 into 1 by infinity is 0 minus 1 by r. So minus and minus gets cancelled. So the final answer we are getting K into Q1 Q2 by r, or 1 by 4 pi epsilon 0 Q1 Q2 by r. Okay. So ഇതാണ് interaction energy between two positive point charges. Interaction energy between two positive പോയിന്റ് ചാർജസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഒരു പ്രധാനമായിട്ടൊരു കാര്യം പറയാം, നോക്കാം. നമ്മളിവിടെ ഇന്ററാക്ഷൻ എനർജി. സോ ദിസ് ഈസ് ആക്ച്വലി വർക്ക് ഡൺ. വർക്ക് ഡൺ ഈസ് ആക്ച്വലി വാട്ട്? ഇന്ററാക്ഷൻ എനർജി. ഇന്ററാക്ഷൻ എനർജി. വർക്ക് ഡൺ ഈസ് ആക്ച്വലി ഇന്ററാക്ഷൻ എനർജി. സോ ദാറ്റ് ഇന്ററാക്ഷൻ എനർജി ഈസ് വാട്ട്? 1 by 4 pi epsilon 0 Q1 Q2 by r. And this energy is positive. This energy is positive, and that energy is positive, which shows that the forces is repulsive in nature. The force between two charges is repulsive in nature. Interaction energy, force between two charges is repulsive in nature. മനസ്സിലാക്കണം. സോ ഇത് പോസിറ്റീവ് ആണ് എങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇസ് റിപ്പൾസീവ്. ഇനി ഒരെണ്ണം പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവുമാണ് എങ്കിൽ ഇന്ററാക്ഷൻ എനർജി നെഗറ്റീവ് ആയിരിക്കും. സോ ദ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. ദ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. ക്ലിയർ ആണല്ലോ. സോ ഇന്ററാക്ഷൻ എനർജി പോസിറ്റീവ് എന്ന് വച്ചാൽ ആ രണ്ട് ചാർജുകൾ റിപ്പൾസീവ് ഇൻ നേച്ചറാണ്, അവർക്ക് തെറിച്ചു പോകാനാണ് ടെൻഡൻസി. ഇന്ററാക്ഷൻ എനർജി നെഗറ്റീവ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഒരു ഇലക്ട്രോണിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നു. That means the electron is always has a tendency to move towards the nucleus. There is always an attractive force. That means the energy, the binding energy is negative. So interaction energy negative means two charges are having opposite sign and they are attractive in nature. Interaction energy positive means the two charges are same sign and have forces repulsive in nature. Clear ആണല്ലോ? Okay. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച്.
എന്താണ് ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച് എന്നുള്ളതാണ് നമ്മൾ പറയാം. ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു രണ്ട് പാർട്ടിക്കിളിന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ റിപ്പൽ ചെയ്ത് പോകും. സോ ദാറ്റ് ഈസ് നോൺ ആസ് ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച് എന്താണ് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. നോക്കാം. നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു ചാർജ് ഉണ്ട്. സോ ആ ചാർജിനെ ഞാൻ Q1 എന്ന് വിളിച്ചു. ഓക്കെ, ദ ചാർജ് ഈസ് Q1 ആൻഡ് ദിസ് ചാർജ് ഈസ് ഫിക്സഡ്. ചാർജിന് എന്ത് ചെയ്തിരിക്കുകയാണ്? ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി ആ ചാർജ് ഒരിക്കലും അനങ്ങത്തില്ല. നൗ എൻ്റെ കയ്യിൽ വേറൊരു ചാർജ് ഉണ്ട് Q2 and it is fired with a velocity u. Q2 is fired with a velocity u and Q2 is positive, Q1 is also positive. അപ്പോൾ Q2 Q1ൻ്റെ അടുത്തേക്ക് വരുന്തോറും ഡിസ്റ്റൻസ് കുറയുകയാണ്. Q2 Q1 കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾസീവ് ഫോഴ്സ് കൂടുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ Q2 ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഫയർ ചെയ്തു. ആ വെലോസിറ്റി കൂടത്തില്ല. കാരണം ആ വെലോസിറ്റി ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ Q1 കാരണമുണ്ട്. സോ ആസ് ദിസ് Q2 അപ്രോച്ചസ് to a particular point, this point is P and this distance is R. I assume that at this point P, Q2 becomes rest. Q2 becomes rest. കാരണം എന്താ? ഇവൻ്റെ വെലോസിറ്റിയെ കുറയ്ക്കുന്ന ആളാണ് ആര്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. അപ്പോൾ അവൻ്റെ വെലോസിറ്റി കുറഞ്ഞ് Q2 പിയിലെത്തി കഴിയുമ്പോൾ വെലോസിറ്റി 0 ആയി. Q2 becomes rest at point P. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വെലോസിറ്റി കുറയാനുള്ള കാരണം ഇവൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നു, വെലോസിറ്റി ഇങ്ങനെ. സോ ആ ഫോഴ്സിനെ ഓവർകം ചെയ്ത് വെലോസിറ്റി പതുക്കെ കുറഞ്ഞ് പോയിന്റ് പി എത്തുമ്പോൾ വെലോസിറ്റി എന്തായി പോയി? 0. അവിടെ എത്തിയ ഒട്ടന്നെ നമ്മൾ നോക്കുമ്പോൾ ആരുണ്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഇവനെ എന്ത് ചെയ്യും? തിരിച്ച് ബാക്കിലേക്ക് കൊണ്ടുപോകും. കാരണം അവനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ അവന് വെലോസിറ്റിയിൽ ആ വെലോസിറ്റി കംപ്ലീറ്റ് ആയിട്ട് 0 ആക്കാൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് പറ്റി. സോ അറ്റ് പോയിന്റ് പി what happens is that the kinetic energy of the Q2 becomes 0 and that kinetic energy which the charge possesses at this point is completely converted to the interaction energy, conservation of mechanical energy. ഇവിടെ ഏത് എനർജി ഉണ്ടായിരുന്നു? കൈനറ്റിക് എനർജി half mu². സോ ഇവിടുത്തെ എനർജി എന്താണ്? half mu². As it approaches and reaches P, the kinetic energy turns to 0 and it is completely converted to the interaction energy at point P. Interaction energy at point P. നമുക്ക് നോക്കാം. So conservation of mechanical energy half mu². Half mu² is the kinetic energy at here. Okay, that is completely converted to potential energy. What is potential energy? 1/4πε0 Q1 Q2 by the separating distance. ഇവിടെയാണല്ലോ ഇപ്പോൾ Q2 ഇരിക്കുന്നത്. Q2ഉം Q1ഉം നമ്മൾ സെപ്പറേറ്റ് ഡിസ്റ്റൻസ് എത്ര? 6 ആണ്. സോ ദ എൻറ്റയർ കൈനറ്റിക് എനർജി ഇസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി. half mu² is equal to 1/4πε0 Q1 Q2 by R. And this R is the distance between P and Q1 and R is known as closest distance of approach. Closest distance of approach. At a particular distance, the entire kinetic energy will be converted to potential energy and the charge will repel back through its original path. So that R is known as what? Closest distance of approach. And this R is known as closest distance of approach. This R is known as closest distance of approach. Entire kinetic energy is converted to potential energy. മറക്കരുത്. ഓക്കെ, ഇവിടെ ഏത് എനർജി ഉണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. ആ കൈനറ്റിക് എനർജി മുഴുവനായിട്ട് എന്തിലേക്ക് മാറി? പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് മാറി.
അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, ഇവിടെ കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ എന്ന്. അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല, ബിക്കോസ് ഐ ടുക്ക് ദിസ് പോയിന്റ് ആസ് വാട്ട്, ഇൻഫിനിറ്റി. സോ ഐ ടുക്ക് ദിസ് പോയിന്റ് ആസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, പൊട്ടൻഷ്യൽ ഇല്ല, അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയും ഇല്ല. സോ ഈ പോയിന്റിൽ ഏത് എനർജി മാത്രമേ ഉള്ളൂ? കൈനറ്റിക് എനർജി. ഈ പോയിന്റിൽ ഏത് എനർജി മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി. സോ ഇനിഷ്യൽ കൈനറ്റിക് എനർജി is completely converted to the final potential energy. ക്ലിയർ ആണല്ലോ? പഠിക്കാൻ പോകുന്നത് ചാർജിനെ അസംബിൾ ചെയ്യാണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജിനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരുപാട് ചാർജുകളെ ഒരു റീജിയനിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് വർക്കിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, പോയിന്റ് എ എടുത്താൽ, ഓക്കെ, പോയിന്റ് എയിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ പോയിന്റ് എയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിടത്തേ പൊട്ടൻഷ്യൽ ഉള്ളൂ. സോ പോയിന്റ് എയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. ക്യൂ പോസിറ്റീവ് ചാർജ് ക്യൂ ഇൻഫിനിറ്റിയിലാണ്. അതിനേതാ ഇവിടെ കൊണ്ടുവരാനുള്ള വർക്കിനെ എന്ത് വിളിച്ചു? W. എന്താണ് ഇതിന്റെ ഫോർമുല എന്ന് നോക്കാം. W is equal to, കൊണ്ടുവരുന്ന ചാർജ് ആരാണ്? പ്ലസ് ക്യൂ. എയിലെ പൊട്ടൻഷ്യൽ എന്താണ്? VA. സോ വാട്ട് ഈസ് വർക്ക് ഡൺ? Q into VA. സോ ഇൻഫിനിറ്റിയിൽ നിന്ന് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പോയിന്റിലേക്ക് ഒരു ബോഡിയെ കൊണ്ടുവരാൻ വേണ്ട വർക്ക്, ഒരു ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള വർക്ക് W is equal to എന്താണ്? Q into VA. മറന്നു പോകരുത്, Q into VA. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, രണ്ട് ചാർജിനെ കൊണ്ടുവരികയാണ്. ഓക്കെ, രണ്ട് ചാർജ്. സോ രണ്ട് ചാർജിനെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇങ്ങനെ ഹെഡിങ് കൊടുക്കും, ഇന്ററാക്ഷൻ എനർജി. ഇന്ററാക്ഷൻ എനർജി of two charges. Interaction energy of two charges in absence of electric field. In absence of electric field. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ട്, പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി, വിച്ച് ആർ സെപ്പറേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് R. ആൻഡ് ദിസ് റീജിയൻ ഈസ് ഫ്രീ ഫ്രം ഇലക്ട്രിക് ഫീൽഡ്. ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. കയ്യിലൊരു ചാർജ് Q1. ആദ്യം അത് എയിലേക്ക് കൊണ്ടുവന്നു, അതിന് വേണ്ട വർക്ക് W1. W1 is equal to Q1 into VA എന്ന് എഴുതി. ആൻസർ 0 ആണ്. കാര്യം എയിൽ പൊട്ടൻഷ്യൽ ഇല്ല, കാരണം ബിയിൽ ചാർജ് ഇല്ല. അത് മാത്രമല്ല, ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡും ഇല്ല. സോ ഇനിഷ്യലി എ ആൻഡ് ബി ആർ ഹാവിങ് നോ പൊട്ടൻഷ്യൽ. അങ്ങനെ പൊട്ടൻഷ്യൽ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മളൊരു ചാർജിനെ കൊണ്ടുവരാൻ നമുക്ക് പ്രത്യേകിച്ച് വർക്കിൻ്റെ ആവശ്യമില്ല. സോ വാട്ട് ഈസ് വർക്ക് ഡൺ? 0. അങ്ങനെ ഞാൻ Q1 എന്ന ചാർജിനെ ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ഈ Q1ന്റെ പ്രസൻസ് കാരണം ബിയിൽ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. സോ പൊട്ടൻഷ്യൽ അറ്റ് ബി ഈസ് 1/4πε0 ഇൻറ്റു Q1/R. അപ്പോൾ ബിയിൽ ഒരു പൊട്ടൻഷ്യൽ കിട്ടി. ഇനി ഇൻഫിനിറ്റിയിൽ വേറൊരു ചാർജ് ഉണ്ട്, Q2. ദിസ് ഈസ് അറ്റ് ഇൻഫിനിറ്റി ആൻഡ് Q2 ഈസ് ബ്രോട്ട് ടു പോയിന്റ് ബി. And let the work is W2. What is W2? കൊണ്ടുവരുന്ന ചാർജ് Q2 into potential at B. So what is W2? Q2 into potential at B. So the total work is W1 plus W2. What is W1? 0. 0 plus W2. What is W2? Q2 into VB. What is VB? ഇവിടെ equation ഉണ്ട്. So the final answer is 1/4πε0 Q1 Q2/R. So this is the interaction energy of two charges in absence of electric field. Electric field illa. W1 answer is 0. W2 Q2 into potential of B. B ക്ക് എങ്ങനെ പൊട്ടൻഷ്യൽ കിട്ടി? Due to the charge which appeared at A. Okay. So the answer is 1/4πε0 Q1 Q2/R. This is interaction energy, energy required to assemble the charges from infinity to a particular region without the acceleration. This is work done to assemble a system of charges to a particular region without acceleration. This is interaction energy of two charges in absence of electric field. Okay. ഇനി നമ്മൾ പറയാൻ പോകുന്നത് interaction energy of two charges in the presence of electric field. In the presence of electric field. അപ്പോൾ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആബ്സെൻസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. സോ വീണ്ടും നമ്മൾ എടുക്കുക രണ്ട് പോയിന്റ്സ്, പോയിന്റ് എ, പോയിന്റ് ബി, അറ്റ് എ ഡിസ്റ്റൻസ് R, ആൻഡ് there is electric field. ഇവിടെ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്.
ഒരു ചാർജ് ഉണ്ട് Q1 എയിലേക്ക് കൊണ്ടുവരുന്നു, അതിലെ വർക്ക് ഡൺ W1. സോ W1 is equal to Q1 into VA. Q1 into VA. ഓക്കെ, അടുത്ത ചാർജ് Q2 ഇൻഫിനിറ്റി കൊണ്ടുവരുന്നു, അതിനെന്ത് വിളിച്ചു? W2. സോ വാട്ട് ഈസ് W2? W2 ഈസ് Q2 into VB. ബിയിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ട്? ഓൾറെഡി ബിയിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അതിനെ ഞാൻ എന്ത് വിളിച്ചു? VB എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ഇനി ബിയിൽ വേറൊരു പൊട്ടൻഷ്യൽ കിട്ടി, കാര്യം എയിൽ ഒരു ചാർജ് കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നു. ആ ചാർജ് ആരായിരുന്നു? Q1. സോ വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ അറ്റ് ബി ഡ്യൂ ടു Q1? 1/4 pi epsilon 0. 1/4 pi epsilon 0 Q1 by R. Q1 by R. So what is the total work done? W1 plus W2. First is Q1 into VA plus second is Q2 into VB plus 1/4 pi epsilon 0 Q1 Q2 by R. This is a total interaction energy of a two-particle system in the presence of electric field. Electric field ഉള്ളത് കൊണ്ടാണ് ഈ രണ്ട് ടേം വന്നത്, Q1 into VAയും Q2 into VBയും. മറ്റെവിടെ Q1 into VAയും Q2 into VBയും എന്തായിപ്പോയി? 0 ആയിപ്പോയി. കാര്യം ഇലക്ട്രിക് ഫീൽഡ് കാരണം അവിടെ പൊട്ടൻഷ്യൽ ഇല്ല. ബിയിൽ പൊട്ടൻഷ്യൽ വന്നത് എയിൽ ചാർജ് വന്നതുകൊണ്ടാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 3 particle സിസ്റ്റമാണ്. 3 particle സിസ്റ്റം. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. 3 particle system in the absence of electric field. So, three-particle system. 3-particle system in the absence of electric field. In the absence of electric field, നമുക്ക് നോക്കാം. ദാ ഒരു പോയിന്റ് എ എടുത്തു, ഇവിടെ ഒരു പോയിന്റ് ബി എടുത്തു, ഇവിടെ ഒരു പോയിന്റ് സി എടുത്തു. ഈ ഡിസ്റ്റൻസ് R1, ഈ ഡിസ്റ്റൻസ് R2, ഈ ഡിസ്റ്റൻസ് R3. ഓക്കെ, ഫസ്റ്റ് ചാർജ് Q1 എവിടെ കൊണ്ടുപോകുന്നു? എയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ W1 ഈസ് വാട്ട്? 0. കാര്യം എയിൽ പൊട്ടൻഷ്യൽ ഇല്ല. അടുത്ത ചാർജ് Q2 എവിടെ കൊണ്ടുവന്നു? ബിയിലേക്ക് കൊണ്ടുവന്നു. അതിനെന്ത് വിളിച്ചു? W2. എന്താണ് ഫോർമുല? Q2 ഇൻറ്റു VB. Q2 ഇൻറ്റു VB. Q2 ഇൻറ്റു VB. ബിയിൽ സ്വന്തമായിട്ട് പൊട്ടൻഷ്യൽ ഇല്ല, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. പക്ഷെ ബിയിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. ആര് കാരണം? എയിൽ കൊണ്ടുവച്ച ചാർജ് Q1 കാരണം. അപ്പോൾ എന്താ ഇക്വേഷൻ? ബിയിലെ പൊട്ടൻഷ്യൽ 1/4 pi epsilon 0 Q1 by R1. So this becomes 1/4 pi epsilon 0 Q1 Q2 by R1. അപ്പോൾ നമ്മളത് എടുത്തു. ഓക്കെ, ഇനി അടുത്തത്. There is a charge Q3 which is brought to C and the work is W3. So we can write W3 is Q3 into potential at C. സിയിൽ ആര് കാരണം പൊട്ടൻഷ്യൽ ഉണ്ട്? Q1 കാരണവും ഇവിടെ കൊണ്ടുവച്ച Q2 കാരണവും. സോ Q1 കാരണമുള്ള പൊട്ടൻഷ്യൽ നോക്കാം. 1/4 pi epsilon 0 Q1 by this distance is R2 plus സിയിൽ Q2 കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. 1/4 pi epsilon 0 Q2 by R3. So total work കിട്ടി. W1 0, W2 and W3. So total work done is W1 plus W2 plus W3. W1 0, W2 1/4 pi epsilon 0 Q1 Q2 by R1. W3 1/4 pi epsilon 0 Q1 Q3 by R2 plus 1/4 pi epsilon 0 Q2 Q3 by R3. Q2 Q3 by R3. So 3 വർക്ക് W1
plus W2 plus W3. W1 0. W2 due to the potential at B. ബിക്ക് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഉണ്ടോ? ഇല്ല. ആര് കാരണം പൊട്ടൻഷ്യൽ? എ കാരണം. പിന്നെ ഏതാണ്? സി. സിക്ക് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഉണ്ടോ? ഇല്ല. സിക്ക് ആര് കാരണം പൊട്ടൻഷ്യൽ? ഡ്യൂ ടു Q1 ആൻഡ് Q2. ഇതെല്ലാം കൂടെ നമ്മൾ എഴുതുമ്പോൾ നോക്കുക, Q1 Q2 by R1, Q1 Q3, Q1 Q3 by R2, Q2 Q3 by R3. സോ 3 ഇന്ററാക്ഷൻ എനർജി. 3 ഇന്ററാക്ഷൻ എനർജി. എത്ര പാർട്ടിക്കിൾസ്? 3 പാർട്ടിക്കിൾസ്, 3 ഇന്ററാക്ഷൻ എനർജി. നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതാം. നമുക്കിവിടെ നോക്കാം. ഇങ്ങനെ നിങ്ങളുടെ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. R1, R2, R3, Q1, Q2, Q3. ഇതിലെ ഇന്ററാക്ഷൻ എനർജി അല്ല വർക്ക് ഡൺ ആണ് ചോദിക്കുന്നതെങ്കിൽ, ഇന്ററാക്ഷൻ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ ആണ് ചോദിക്കുന്നതെങ്കിൽ, ഇറ്റ്സ് വർക്ക് ഡൺ ടു അസംബിൾ ഓൾ ദ ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു ദ 3 കോർണേഴ്സ് ഓഫ് എ ട്രയാങ്കിൾ. All the charges at infinity to 3 corners of a triangle. So interaction energy is equal to, first formula 1/4 K എന്ന് എഴുതാം. ഇത് രണ്ടെണ്ണം Q1 Q2 by separated distances R1 plus K into ഇത് രണ്ടെണ്ണം Q2 Q3 by separation distance R2 plus അടുത്തത് K into Q3 Q1 K into Q3 Q1 by R3. അങ്ങനെ 3 ഇന്ററാക്ഷൻ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 1 2 3. എത്ര പാർട്ടിക്കിൾസ്? 3 പാർട്ടിക്കിൾസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് നോക്കാം. ഇതാ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. R R R. ഓക്കെ, Q Q Q. Formula is K Q square by R square plus K Q square by R square plus K Q square by R square. Q1 Q2 by R1 ഇങ്ങനെ എഴുതും. അപ്പോൾ എന്താ ആൻസർ? 3 into K Q square by R square. ഇതാണ് ഫോർമുല. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ, സെയിം ചാർജ് ആണെങ്കിൽ 3 into K Q square by R square. എത്ര ചാർജ് ഉണ്ട്? 3 ചാർജ്. സപ്പോസ് 4 ചാർജ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, 4 ചാർജ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നതെങ്കിൽ, Q Q Q Q R R R R. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഫോർമുല നോക്കാം. ഒറ്റ കാര്യം നോക്കുക, എത്ര പാർട്ടിക്കിൾ ഉണ്ട്? 1 2 3 4. സോ യൂസ് ദ ഫോർമുല n into n minus 1/2 into K Q square by R square. ട്രയാങ്കിൾ അപ്പോൾ 3 into K Q square by R square ആയിരുന്നു. സോ K Q square by R square അവിടെ തന്നെ നിൽക്കും. 4 പാർട്ടിക്കിൾ ഉണ്ട്. ദിസ് ഇസ് വർക്ക് ഡൺ ടു ബ്രിങ് ഓൾ ദ ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു locate all the 4 charges to all the 4 corners of a square. So work done to assemble all the charges from infinity to the 4 corners of a square. N into n minus 1/2 into K Q square by R square. N എത്രയാണ് ഇവിടെ? 4. So 4 into 4 minus 1 3 by 2. So answer is 6 K Q square by R square. അപ്പോൾ ട്രയാങ്കിൾ ആകുമ്പോൾ 3 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? എന്താ ഫോർമുല? n into n minus 1/2, 3 into 3 minus 1/2, 3 into 2/2, 2 2 cancel. Answer is 3 K Q square by R square. So use the formula n into n minus 1/2. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ഈ പറഞ്ഞ കേസുകളൊന്നും എക്സ്റ്റേണൽ ഫീൽഡ് ഇവിടെ ഇല്ല കേട്ടോ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ മുഴുവൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇന്ററാക്ഷൻ എനർജി 2 പാർട്ടിക്കിൾ ഇൻ പ്രസൻസ് ആൻഡ് ആബ്സെൻസ്, 3 പാർട്ടിക്കിൾ ഇൻ പ്രസൻസ് ആൻഡ് ആബ്സെൻസ്, ആൻഡ് ദിസ് ഈസ് ഫോർ n പാർട്ടിക്കിൾ സിസ്റ്റം. പക്ഷേ എന്തായിരിക്കണം? സിമ്മട്രി വേണം. ഓക്കെ, സോ ആൻസർ ഈസ് n into n minus 1/2. എത്ര ഇന്ററാക്ഷൻ പെയർ ഉണ്ട്, എത്ര ഇന്ററാക്ഷൻ എനർജി ഉണ്ട് എന്ന് അറിയണമെങ്കിൽ n into n minus 1/2 യൂസ് ചെയ്യുക. ഓക്കെ ഓക്കെ, നമ്മളിനി പറയാൻ പോകുന്നത്
ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ആണ്. നമ്മൾ ഇൻറ്റൻസിറ്റി പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഡൈപോൾ, ആക്സിയൽ ലൈൻ, ഇക്വറ്റോറിയൽ ലൈൻ, ഷോർട്ട് ഡൈപോൾ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഇതാ പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്ന ഡൈപോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്ന ഡൈപോൾ, ആ ഡൈപോളിൻ്റെ സെൻറ്ററോ അതിൽ നിന്നൊരു പർട്ടിക്കുലർ ആംഗിൾ തീറ്റ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു ആർബിട്രറി പോയിൻ്റ് R. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഷോർട്ട് ഡൈപോൾ. ഇത് വളരെ ഒരു ചെറിയ ഡൈപോളാണ്. വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എൻ ആർബിട്രറി പോയിന്റ് R. ഇക്വറ്റോറിയൽ പോയിന്റും കണ്ടുപിടിക്കുന്നില്ല, ആക്സിലും കണ്ടുപിടിക്കുന്നില്ല. ഡയറക്റ്റ് ഷോർട്ട് ഡൈപോൾ കണ്ടുപിടിച്ചിട്ട് ആക്സിയലിന് ആംഗിൾ 0 കൊടുക്കുക, ഇക്വറ്റോറിയൽ ആംഗിൾ 90 കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. സോ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന പൊട്ടൻഷ്യൽ അറ്റ് R ആണ്. ആറിൽ പൊട്ടൻഷ്യൽ തരുന്ന ചാർജുകൾ ആദ്യം നോക്കണം. ഇതാ ആറിൽ പൊട്ടൻഷ്യൽ വരുന്ന ചാർജ് ഒന്ന് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ ആണ്. സോ പൊട്ടൻഷ്യൽ അറ്റ് R is equal to, ഫസ്റ്റ് വൺ ഈസ് K Q ബൈ R1. അടുത്തത് K ഇൻറ്റു പ്ലസ് ക്യൂ അല്ല, എന്താണ്, മൈനസ് ക്യൂ ആണ്. സോ മൈനസ് K Q ബൈ R2. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതി. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് R1 R2 ആണ്. നോക്കാം. ഈ മൊത്തം ഡൈപോൾ ലെങ്ത് ആണ് 2a. ഇതിൻ്റെ പകുതിയാണിത്. സോ ഇത് A, ഇത് A. ഓക്കെ, ഇത് A ആണ്, ഇത് തീറ്റ, അഡ്ജസൻറ്റ് സൈഡ് ആണ്. സോ ദിസ് ബിക്കംസ് വാട്ട്, A കോസ് തീറ്റ. ഇതെന്താണ്, A ആണ്, അഡ്ജസൻറ്റ് സൈഡ് ആണ്. ദിസ് ഈസ് വാട്ട്, A കോസ് തീറ്റ. ഓക്കെ, നൗ KQ by R1. This is R1 and this entire distance is R. So ഞാൻ എഴുതുകയാണ് ഇവിടെ R1 is equal to RD എന്ന് എഴുതി. R1 is equal to RD. കാരണം theta is very small. So I assume that since theta is very very small, I can write R1 is equal to RD. R1 ഇതാണ്, RD ഇതാണ്. ആറിൽ നിന്ന് ഓയിലേക്കുള്ള ദൂരമാണ് സ്മോൾ r. ആറിൽ നിന്ന് ഓയിലേക്കുള്ള ദൂരമാണ് സ്മോൾ r. സോ RD is equal to R1 എന്ന് എഴുതണമെങ്കിൽ, RD is equal to R1 എന്ന് എഴുതണമെങ്കിൽ ഈ ആംഗിൾ വളരെ വളരെ ചെറുതായിരിക്കണം. ഈ ആംഗിൾ വളരെ വളരെ ചെറുതായിരിക്കണം. ആ ആംഗിൾ വളരെ വളരെ ചെറുതാണ്, ബിക്കോസ് ഇറ്റ്സ് എ ഷോർട്ട് ഡൈപോൾ. സോ ഈ ഡിസ്റ്റൻസ്, ഈ R1ഉം ഈ RDയും, I assume R1 is equal to RD because this arc length is very very small. This arc length is very very small because theta is very very small. So R1 equal to RD. അങ്ങനെയാണെങ്കിൽ R1 is equal to RD എന്ന് എഴുതിയാൽ what is RD? RD എന്ന് പറഞ്ഞാൽ, RD എന്ന് പറഞ്ഞാൽ മുഴുവൻ ഡിസ്റ്റൻസ് എന്താണ്, സ്മോൾ r ആണ്. സ്മോൾ r മൈനസ് വാട്ട്, A cos theta. So what is RD? സ്മോൾ r മൈനസ് A cos theta. ഓക്കെ, അത് കിട്ടി. അടുത്തത് KQ by R2 നോക്കാം. ഇതാണ് R2, RP ആണ് R2. RP is what? R2. So R2 is assumed to be RC. ആറിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം RCയും R2ഉം ഞാൻ ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്തു, ബിക്കോസ് തീറ്റ ഈസ് വെരി സ്മോൾ ആൻഡ് ദിസ് ആർക്ക് ലെങ്ത് ഈസ് ഓൾസോ വെരി വെരി സ്മോൾ. സോ R1 ഇതും ഇതും ഈക്വൽ ആണ്, ഇതും ഈ ഫുൾ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. സോ ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ആറിൽ നിന്ന് ആർ പി എന്ന ഈ ദൂരം, ഈ സംഭവം RP ഇതും RCയും ഈക്വൽ ആണ്. സോ R2 ഈസ് ആക്ച്വലി RP ആൻഡ് R2 ഈക്വൽ ടു RC. സോ ഇതും ഈ ലെങ്ത്തും ഈക്വൽ ആണ്. സോ R2 ഈക്വൽ ടു RC. നൗ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് RC. വാട്ട് ഈസ് RC? നോക്കിക്കോളൂ, ദാ ഈ ലൈനാണ് RC. ഇവിടെ വരെ
സ്മോൾ ആർ ഉണ്ട്. ഇവിടെ എന്താണ്? എ കോസ് തീറ്റ. സോ വാട്ട് ഈസ് ആർ സി? ആർ പ്ലസ് എ കോസ് തീറ്റ. ആർ പ്ലസ് എ കോസ് തീറ്റ. വാട്ട് ഈസ് ആർ ഡി? ആർ മൈനസ് എ കോസ് തീറ്റ. ഓക്കെ, വളരെ വ്യക്തമായിട്ട് നമ്മൾ എഴുതി. നൗ കെ ക്യൂ is a common factor. R1, what is R1? RD. So this becomes 1 by R minus A cos theta minus 1 by R plus A cos theta. KQ into R plus A cos theta minus R of minus. So this becomes 2A cos theta. And this is a plus b into a minus b, a square minus b square. This becomes r square minus a square cos square theta. Cos square theta. Okay. Now 2a എന്താണ്? ഡൈപോൾ ലെങ്ത് ആണ്. ഡൈപോൾ ലെങ്ത് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് എന്താണ്? ഡൈപോൾ മൊമെന്റ് ആണ്. സോ ദിസ് ബിക്കംസ് കെ പി കോസ് തീറ്റ by r square. Kp cos theta by r square. And this a square cos square theta is neglected because this is a short dipole. Because this is a short dipole. Appo 2a is very small. Appo a is very very small. So a cos theta is very small. A square cos square is very very small. So a square cos square theta is very very small as compared to r square. So answer is Kp cos theta by r square. So this is the potential due to dipole at an arbitrary point. Answer is Kp cos theta by r square. Now axial ആണെങ്കിൽ put theta equal to 0. Put theta equal to 0. Cos 0 1. Answer is Kp by r square. Equatorial ആണെങ്കിൽ put theta is equal to 90. Cos 90 is 0. So answer is 0. So axial theta is 0 and equatorial theta is equal to 90. Okay, clear ആണല്ലോ? So for a short dipole, arbitrary point, Kp cos theta by r square. Okay. Now our next topic is equipotential surface. എന്താണ് equipotential surface എന്നുള്ളത്? നമ്മൾ കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു, ഒരു കണ്ടക്ടറിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല, കണ്ടക്ടറിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നു എന്ന് പറഞ്ഞു. അത് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഇവിടെ ഒരു ചാർജ് ക്യൂ, ഈ ക്യൂവിന് ചുറ്റും ഞാനൊരു സർക്കിൾ വരച്ചു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് r ആണ്, ഈ ഡിസ്റ്റൻസ് r ആണ്, ഈ ഡിസ്റ്റൻസ് r ആണ്. ഇവിടത്തേക്ക് പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല കെ ക്യൂ ബൈ ആർ, കെ ക്യൂ ബൈ ആർ, കെ ക്യൂ ബൈ ആർ. സോ ഈ സർക്കിളിൽ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ കെ ക്യൂ ബൈ ആർ ആണ്. സോ ദാറ്റ് റീജിയൻ, ദ ലോക്കസ് ഓഫ് ഓൾ ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഇക്വിപൊട്ടൻഷ്യൽ റീജിയൻ. ആ റീജിയനിൽ മുഴുവനും എന്തായിരിക്കും? പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഇക്വിപൊട്ടൻഷ്യൽ റീജിയൻ. സോ ഇക്വിപൊട്ടൻഷ്യൽ റീജിയൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ സർഫസ് which is the locus of all the points which are the same potential is known as equipotential surface. Okay, no work is required. Very important point. No work is required to move a charge from one point to another point on equipotential surface because ഇവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആണ്. സോ എയിലെ പൊട്ടൻഷ്യലും ബിയിലെ പൊട്ടൻഷ്യലും സെയിം ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്, വർക്ക് ഡണ്ണും 0 ആണ്. In other words, any surface with the same electrical potential, any surface with the same electric potential at every point is termed as equipotential surface. So equipotential surface means ആ സർഫസിലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം equipotential points എന്താന്ന് നോക്കാം. If the points in electric field are all at the same electric potential, they are known as equipotential points. If these points are connected by a line or a curve, that is known as equipotential line. If such points lie on the surface, that is known as equipotential surface. And if these points are distributed throughout a space or a volume, that is equipotential volume. പോയിന്റുകളൊക്കെ എടുക്കുക, എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ പോയിന്റ്.
ആ പോയിന്റുകൾ ലൈൻ ജോയിൻ ചെയ്താൽ ഒരു ലൈൻ ഉണ്ടാകുമെങ്കിൽ ആ ലൈനിന്റെ പേര് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. ആ ലൈൻ ഉപയോഗിച്ച് ഒരു സർഫസ് ഉണ്ടാക്കിയാൽ അതിന്റെ പേര് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ആ സർഫസിന്റെ ഒരു 3D പ്രോപ്പർട്ടി കൊടുത്താൽ ദാറ്റ് ഇസ് ഇക്വിപൊട്ടൻഷ്യൽ വോളിയം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നോക്കാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കണ്ടല്ലോ. ദിസ് ഈസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരു പോയിന്റ് ചാർജ് ആണ്. ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഇതൊക്കെ ഒരു ഇതെല്ലാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. പക്ഷേ ഇവിടുത്തെ പൊട്ടൻഷ്യൽ അല്ല. ഇവിടുത്തെ പൊട്ടൻഷ്യൽ വേറെ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ വേറെ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ വേറെ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ വേറെ. വിച്ച് മീൻസ് ഓരോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലും പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണ്. സോ there is a work done. We have to do a work to move a charge from one equipotential surface to other equipotential surface. We have to do work from one equipotential surface. We have to do the work to move a charge from one equipotential surface to other equipotential surface. But there is no work done to move a charge from one point on the equipotential surface to the other point on the same equipotential surface. Okay, so this is known as equipotential surface. Clear? ഇനി നമുക്ക് ചില ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫസ്റ്റ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇവിടെ നോക്കാം. ഇത് കണ്ടോ, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഈ യെല്ലോ ലൈൻസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. പ്ലെയിൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പോയിന്റിൽ ഇവിടെ എവിടെ എടുത്താലും പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. നിങ്ങൾ ഇവിടെ എടുത്തോളൂ, ഇവിടെ എടുത്തോളൂ, ഇവിടെ എടുത്തോളൂ, ഇവിടെയൊക്കെ പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. ഇവിടെയും 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 ഒക്കെ ഇക്വിപൊട്ടൻഷ്യൽ എന്താണ്? സെയിം. അതായത് ദിസ് ഈസ് ഫോർ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ റീജിയൻ, അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഫീൽഡ് ഡ്യൂ ടു എ കണ്ടക്റ്റിംഗ് പ്ലേറ്റ്. ഒരു കണ്ടക്റ്റിംഗ് പ്ലേറ്റ് അല്ലെങ്കിൽ നോൺ കണ്ടക്റ്റിംഗ് ഇൻഫൈനൈറ്റ് പ്ലേറ്റ് എടുത്താൽ അതിലെ ഫീൽഡ് എന്താണ്? യൂണിഫോം ആണ്. യൂണിഫോമിൻ്റെ ഫോർമുല എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ സീറോ. സിഗ്മ ബൈ എപ്സിലോൺ സീറോ വിച്ച് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ കോൺസ്റ്റന്റ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് അർത്ഥം. സോ ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സർഫസ് എടുക്കുക. ഇങ്ങനെ ഒരു സർഫസ് എടുത്താൽ ആ സർഫസിൽ എവിടെയും പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇവിടെയൊക്കെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. സോ ദീസ് ത്രീ ആർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. V1, V2, V3. So V1 is an equipotential surface, V2 is an equipotential surface, V3 is also a equipotential surface. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ 1ൽ നിന്ന് 3ലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡയറക്ഷൻ 1ൽ നിന്ന് 3ലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി കൂടുകയാണ്, പൊട്ടൻഷ്യൽ എനർജി കുറയുകയാണ്. which means potential always decreases in the direction of electric field. Potential always decreases in the direction of electric field, which means ഇവിടുത്തെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ഈസ് V1 and ഏറ്റവും ചെറിയ പൊട്ടൻഷ്യൽ ഈസ് V3 because electric potential decreases in the direction of electric field. So surface at every point in which potential due to charge distribution is same is called equipotential surface. So ഈ ഭാഗത്ത് എവിടെ നിങ്ങൾ നോക്കിയാലും പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആണ്. പക്ഷേ ഈ മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണ്. ആ കമ്പാരിസൺ ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡിറക്ഷനിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ പൊട്ടൻഷ്യൽ ഓൾവേസ് ഡിക്രീസസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബിക്കോസ് ആസ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ ആണ്, കൈനറ്റിക് എനർജി കൂടും, പൊട്ടൻഷ്യൽ എനർജി കുറയും. ഇനി ഒരു പോയിന്റ് ചാർജ് നമ്മളിവിടെ പറഞ്ഞു. ദിസ് ഈസ് എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ദിസ് ഇസ് എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ദിസ് ഈസ് എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇതൊക്കെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. So this is the direction of electric field. So as we move in the direction of electric field, distance, radius increases and potential decreases. Radius increases and potential decreases. Clear ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇതൊരു നെഗറ്റീവ് ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ് ഡൈപോൾ ആണ്.
ഡൈപോൾ കാരണമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. വളരെ സിമ്പിൾ ആണ്. ഇത് നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. സോ പോയിന്റ് ചാർജ് ആണ്, സ്പെറിക്കൽ ആണ്. പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക്, പോയിന്റ് ചാർജ് ആണ്, സ്പെറിക്കൽ ആണ്. So this is electric field from positive to negative. So these are equipotential surfaces of negative charge and these are equipotential surfaces of positive charge. അപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ ഡൈപോൾ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നോക്കാം. ഇത് രണ്ടും പോസിറ്റീവ് ചാർജ് കാരണമുള്ളതാണ്. പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് ലൈൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് ലൈൻസ്, പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് ലൈൻസ് ഇതൊക്കെ സ്പെറിക്കൽ ആണ്. ദീസ് ആർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ക്ലിയർ ആണല്ലോ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് മനസ്സിലാക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ട കാര്യം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ കുറയണം. പൊട്ടൻഷ്യൽ ഓൾവേസ് ഡിക്രീസസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. കണ്ടക്ടറാണ്. കണ്ടക്ടറിന്റെ സർഫസിലാണ് ചാർജ്. കണ്ടക്ടറിന് ഉള്ളിൽ എന്തില്ല? ചാർജ് ഇല്ല. കണ്ടക്ടറിന്റെ സർഫസിൽ മാത്രമാണ് ചാർജ്. കണ്ടക്ടറിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇല്ല. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഫോർമുല എന്താ? E is equal to minus dV by dr. But inside a conductor there is no electric field. So electric field is 0. So minus dV by dr equal to 0, which means 0 is equal to minus dV or dV equal to 0, which means there is no change in potential or the potential is same. dV equal to 0 means എന്താ? പൊട്ടൻഷ്യലി ചേഞ്ച് ഇല്ല എന്നാണ്. പൊട്ടൻഷ്യലി ചേഞ്ച് ഇല്ല എന്ന് വെച്ചാൽ എല്ലായിടത്തും പൊട്ടൻഷ്യൽ എന്താണ്? സെയിം. സോ ദിസ് ഈസ് എൻ ഇക്വിപൊട്ടൻഷ്യൽ വോളിയം. ദിസ് ഇൻസൈഡ് ദ കണ്ടക്ടർ ദ വോളിയം, ഇക്വിപൊട്ടൻഷ്യൽ വോളിയം. അപ്പൊ അവിടെയൊക്കെ പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. സോ കണ്ടക്ടറിനുള്ളിൽ പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. മറന്നു പോരുത്, കണ്ടക്ടറിനുള്ളിൽ പൊട്ടൻഷ്യൽ സെയിം ആണ്. ഓക്കെ, സോ കണ്ടക്ടറിനുള്ളിൽ പൊട്ടൻഷ്യൽ സെയിം ആവുമ്പോൾ there is no work done to move a charge from one point inside the conductor to another point inside the conductor. So E equal to minus dV by dr. Since there is no electric field inside the conductor, electric field ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 0. So 0 equal to minus dV by dr, which means dV equal to 0. So there is no change in potential inside the conductor, which means it's an equipotential volume. This is a equipotential volume. So this area is this volume is equipotential. മറന്നു പോകണ്ട, equipotential volume ആണ്. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത കാര്യം. ദാ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടക്ടറിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ് ലൈൻസ് വരുന്നത്. സോ ദീസ് ആർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. സോ ദീസ് ആർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഇൻസൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അത് മറക്കണ്ട. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം, ഇവിടുത്തെ പൊട്ടൻഷ്യലും സെയിം ആണ്. ഇവിടുത്തെയൊക്കെ പൊട്ടൻഷ്യൽ സെയിം ആണ്. ഇവിടുന്ന് ഒരു ചാർജിനെ ഉള്ളിലേക്ക് എത്തിക്കാൻ വർക്ക് 0 ആണ്. കാരണം ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തടത്തോളം കാലം ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വിച്ച് മീൻസ് ദർ ഇസ് നോ വർക്ക് റിക്വയർഡ് ടു മൂവ് എ ചാർജ് ഫ്രം സർഫസ് ടു conductor. There is no work required to move a charge from surface to the conductor, which means work done from surface to the interior is 0. Work done from the surface to interior is 0. What is work done? Q into delta V is equal to 0. Q not equal to 0, which means delta V equal to 0, which means potential at the surface is exactly equal to potential at interior. സർഫസിലെ പൊട്ടൻഷ്യലും ഇന്റീരിയറിലെ പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആവുന്നതും വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം സർഫസ് ടു ഇന്റീരിയർ 0 ആവുന്നത്. സോ ഇക്വിപൊട്ടൻഷ്യൽ വോളിയം ഇൻസൈഡ് ദ കണ്ടക്ടർ, ഓൾ പോയിന്റ്സ് സെയിം പൊട്ടൻഷ്യൽ. Potential at the surface is exactly equal to potential at the interior. Very important concept. Clear ആണല്ലോ? കാരണം സർഫസിൽ നിന്ന് ഉള്ളിലേക്ക് ചാർജിനെ കൊണ്ടുവരാൻ we don't have to do any kind of work because there is no electric field. Okay? നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ പറ്റി പറഞ്ഞു, പല ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കാണിച്ചു തന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കൺസെപ്റ്റുകൾ പറഞ്ഞു, കണ്ടക്ടറിൻ്റെ ഉള്ളിലേക്കുള്ള കുറേ കൺസെപ്റ്റ്സ്. ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും ഒന്ന് ബ്രീഫായിട്ട് പറയാം. പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്.
Electric field lines is always perpendicular to equipotential surface. Equipotential surface-ന് perpendicular ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. കാരണം വളരെ സിമ്പിളാണ്. ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. കാരണം ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ചാർജിനെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഡി എക്സ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് വന്നാലേ എഫ് ഇൻറ്റു ഡി എക്സ് വർക്ക് ഡൺ 0 ആവുള്ളൂ. ഓക്കെ, so work done to move a charge from one equipotential point to another equipotential point should be 0, which means F dot S should be 0. F is force due to electric field lines, so electric field lines should be always perpendicular. There should not be any tangential electric field lines onto the surface. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതാണ്, there should not be any tangential electric field lines onto the surface. Okay, so first point നമ്മൾ പറഞ്ഞു. Second point, two equipotential surfaces can never intersect. ഒരിക്കലും പറ്റത്തില്ല. രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ രണ്ട് പൊട്ടൻഷ്യലാണ്. അവർ രണ്ടിനും കൂടി ഒരു സ്ഥലത്ത് ടച്ച് ചെയ്താൽ അതിനർത്ഥം ആ പോയിന്റിൽ രണ്ട് പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ്. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. 3. ഫോർ എ പോയിന്റ് ചാർജ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആർ കോൺസെൻട്രിക് സ്പെറിക്കൽ ഷെൽസ്. ഒരു പോയിന്റ് ചാർജ് ഇവിടെ വെച്ചാൽ ഇതിന് ചുറ്റുമുള്ള ഓരോ സംഭവങ്ങളും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, അത് സ്പെറിക്കലാണ്. പോയിന്റ് 4, ഫോർ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആർ പ്ലെയിൻസ് നോർമൽ ടു എക്സ് ആക്സിസ്. നമ്മൾ ഡയഗ്രത്തിൽ പറഞ്ഞതാണ്. പോയിന്റ് നമ്പർ 5, ഡയറക്ഷൻ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സർഫസ് ഈസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. എന്താ കാര്യം? ബിക്കോസ് എന്താണ് കാര്യം? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡിറക്ഷനിൽ, അതായത് പൊട്ടൻഷ്യൽ ഓൾവേസ് decreases in the direction of electric field lines. Electric field lines in directional potential എന്ത് ചെയ്യും? കുറയും. Which means it is always from higher potential to lower potential. Inside a hollow charged spherical conductor, potential is constant. ഞാൻ മെൻഷൻ ചെയ്തു, that is equipotential volume എന്ന് ഞാൻ പറഞ്ഞിരുന്നു. This can be treated as a equipotential volume. No work is required to move a charge from center to surface. അതും ഞാൻ ഡിറൈവ് ചെയ്ത് തന്നതാണ്. ഇനി ഫോർ an isolated point charge equipotential surface is sphere. Concentric spheres around the point charge are different equipotential surface. These are all different equipotential surfaces. Radius കൂടും, potential കുറയും. In a uniform electric field, any plane normal to the field direction is an equipotential surface. Uniform electric field lines ആണെങ്കിൽ ഇതെല്ലാം equipotential surfaceകളാണ്. The spacing between equipotential surface enables us to identify the regions of strong and weak field. Space between equipotential surface. Equipotential surface in the space enables us to identify the region of strong and weak field. Strong field ആണെങ്കിൽ there is very little gap between equipotential surfaces. Weak field ആണെങ്കിൽ the equipotential surface will be widely spaced. E equal to minus dV by dr, E proportional to 1 by dr. ക്ലിയർ ആണല്ലോ? ഇതെല്ലാം നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, എല്ലാം നോട്ട് ചെയ്യണം. ഓക്കെ.